ഹലോ ഗായ്സ് വെൽക്കം. എല്ലാവരും ഒരുമിച്ച് വരും. ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഒരുമിച്ച് ഇതെങ്ങനെ പറയാം? ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ക്രിഞ്ചായോ? ശരി. ഓക്കെ, ഇന്ന് നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ്, വിച്ച് ഈസ് ഹൂ നോസ് ഹർ ബെറ്റർ. ഹർ മീൻസ് ഞാൻ. അപ്പോൾ ഈ 3 പേരോടും ഞാനൊരു 30 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ എല്ലാവരും ആൻസേഴ്സ് എഴുതണം. ഓരോ നോട്ട് പാഡ് ഉണ്ട്. ഈ 3 പേര് പറയണത് പറഞ്ഞോ ആരൊക്കെയാണെന്ന്? അച്ഛൻ, അമ്മ, പിന്നെ അച്ഛൻ, അമ്മ, കെട്ടിയാർ. ഓക്കെ. അപ്പോൾ എല്ലാവരും ആൻസേഴ്സ് എഴുതുക. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ആൻസർ ഓരോ ആൾക്കാർ പറയും. പിന്നെ ഏതാ ശരിയെന്ന് 3 ആൻസേഴ്സും കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയും. പിന്നെ പോയിന്റ് സിസ്റ്റമാണ്. ഇതിൽ ജയിക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഗിഫ്റ്റ് പ്രീമ നായർ തരുന്നതായിരിക്കും. എന്താണ് ഗിഫ്റ്റ്? ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം. ഓക്കെ ഞാൻ ചോദിച്ചോളാം. അങ്ങനെയല്ല, ഇപ്പൊ ചോദിക്കണം. ബഡ്ജറ്റ് കുറവാണ്. ബഡ്ജറ്റ് എത്ര? $20 ഓൺലി. ഓ, $20 എന്ത് കിട്ടും? $20. ശരി, നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാം എഴുതുന്ന പോലെ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ വാസ് മൈ ഫേവറേറ്റ് ടീച്ചർ വെൻ ഐ വാസ് ഇൻ സ്കൂൾ? അയ്യോ, ടീച്ചറിന്റെ പേരൊക്കെ എനിക്ക് എങ്ങനെ അറിയും? അറിയില്ല, എന്തെങ്കിലും എഴുത്, നിങ്ങൾക്ക് തോന്നുന്നത് എഴുത്. അറിയില്ലെങ്കിലും ഒരു ഗസ്. പേരല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് എഴുതിയാലും കുഴപ്പമില്ല. ഇല്ല, അങ്ങനെയല്ല. അല്ല, സപ്പോസ് നിങ്ങൾക്ക് പേരറിയില്ലെങ്കിൽ സ്കൂളിന്റെ പേര് എഴുതാം. അക്യുറേറ്റ്. ഓക്കെ, ഇതിൽ അക്യുറേറ്റ് ബിക്കോസ് 3 പേർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ടീച്ചറിന്റെ പേര് അറിയില്ലെങ്കിൽ സ്കൂളിന്റെ പേര് എഴുതാം. കോളേജ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ ഡൺ. എഴുതി കഴിഞ്ഞാൽ ഡൺ എന്ന് പറയണം. അപ്പൊ ടീച്ചറിന്റെ പേര് എഴുതിയത് ഇതിൽ 3 പേരില് ടീച്ചറിന്റെ പേര് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ പപ്പ ഫസ്റ്റ് ആൻസർ. റയാൻ സ്കൂൾ. റയാൻ ഇന്റർനാഷണൽ സ്കൂൾ. ഞാൻ പറയാം. ടീച്ചർ ഹൂ സെറ്റിൽഡ് ഇൻ ഷിംല. അതുമാണ്. കണ്ടോ? ബട്ട് ഫസ്റ്റ് ടീച്ചർ പറയണം. അതൊന്നും പറഞ്ഞാൽ അറിയില്ല. എനിക്ക് ആ ഒരു ടീച്ചറിനെ അറിയില്ല. ഇത് ജിജിന് അക്യുറേറ്റ് ആയിട്ട് എവിടെയാന്ന് പറഞ്ഞു, അതുകൊണ്ട് ജിജിന് കൊടുത്തു. ഓ മൈ ഗോഡ്. അതുണ്ട്. എല്ലാവർക്കും അപ്പൊ പകുതി പോയിന്റ്. ഹാഫ് പോയിന്റ്. അപ്പൊ എനിക്ക് 0.5 കേട്ടോ. ഞാൻ എഴുതട്ടെ, ഒരു മിനിറ്റ്. അപ്പൊ എനിക്ക് 0.5. എനിക്ക് 0.5. ഓക്കെ. എല്ലാം ഓക്കെ അല്ലേ? Ask me second question. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ ഏതെങ്കിലും സബ്ജക്റ്റിൽ സ്കൂളിൽ തോറ്റിട്ടുണ്ടോ എന്ന് പറയണം. എഴുതണം. യെസ് ഓർ നോ എന്നാണ് ക്വസ്റ്റ്യൻ. മമ്മി എഴുതണം. അങ്ങനെയാണോ മമ്മി? ഓക്കെ. വേണം. എഴുതിയാ കോപ്പി അടിക്കരുത് ആരും. നീ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നു. ആദ്യം പപ്പ. ഓക്കെ, എല്ലാരും എഴുതി കഴിഞ്ഞെങ്കിൽ ഡൺ എന്ന് പറയണം. ബിങ്കോ അല്ല ഈ കളി. ശരി, പപ്പയ്ക്ക് പപ്പ. നോ. All are correct. Oh my god, എല്ലാവർക്കും ഒരു പോയിന്റ്. അതും ആദ്യം 1 point. അപ്പോ എല്ലാരും ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. തേർഡ് എല്ലാവർക്കും 1.5 പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എഴുതണം, ആരും പറയരുത് കേട്ടോ. മമ്മി എഴുതണം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, എഴുതണം, പറയരുത്. ഞാൻ ആരെ പോലെയാണ് കൂടുതൽ കാണാൻ? അമ്മയാണോ അച്ഛനാണോ? അമ്മയാണോ അച്ഛനാണോ കൂടുതൽ? എഴുതണം.
മമ്മി ഇത് ചിരി മമ്മിക്ക് ലാഫിങ് അറ്റാക്സ് തുടങ്ങി. ഗൈസ് എഴുതി കഴിഞ്ഞെങ്കിൽ ഞാൻ റെഡി അംബാനി എന്ന് പറയണം. അംബാനി. ഞാൻ ബിങ്കോ പറയുള്ളൂ. ബിങ്കോ. Done. ഓക്കെ, ഇനി മമ്മിയോട് ഫസ്റ്റ് ചോദിക്കാം. എപ്പോഴും പപ്പയോടല്ല. എന്താ എഴുതി? അച്ഛൻ. കാണിക്കണോ എന്നെ? ആ, നീ കാണിക്ക്. മമ്മി. കാണിക്ക്. മമ്മി ബട്ട് പപ്പ സ്കിൻ കണ്ടോ? പപ്പ അങ്ങനെയല്ല, കാണാൻ എങ്ങനെയുണ്ടെന്ന് തന്നെ ചോദ്യം. കാണാനായിരുന്നോ? അപ്പൊ പപ്പയാണ് ശരി. ആ, അപ്പൊ പോയി. അത് കാണിക്കാം. മദർ ബട്ട് ഫെയർ ഇൻ ഫാദർ. ഗൈസ് എങ്ങനെ എഴുതണം എന്നാണ് ഞാൻ. ഐ തിങ്ക് മമ്മിയാണ് ആൻസർ. അല്ല, മമ്മി അച്ഛൻ അല്ല. പക്ഷെ നിങ്ങള് ശരി. ഞാൻ 0. നീ എന്താ എഴുതിയേ? ഞാൻ മമ്മി എഴുതിയത് ബട്ട് പപ്പ സ്കിൻ. അങ്ങനെ എഴുതാൻ പാടില്ല. എനിക്ക് മമ്മിയുടെ ലുക്ക് അല്ലേ? ആ, മമ്മിയുടെ ലുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഹാഫ്. മമ്മിക്ക് 0 എഴുതിക്കോ. 4th ക്വസ്റ്റ്യൻ. ചെറുപ്പത്തിലെ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സ്ഥലം എന്ത് വേണമെങ്കിലും ആവാം. വാട്ട് വാസ് ഐ സ്കെയർഡ് മോസ്റ്റ് വെൻ ഐ വാസ് എ കിഡ്? എഴുതിക്കോളൂ, പറയരുത്. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം. അതെന്താ? ചെറുപ്പത്തിൽ എന്ത് വേണമെങ്കിലും ആവാം. എല്ലാത്തിനും പോയിന്റ് ഉണ്ടോ? അതെ. അല്ല, ഒരു പോയിന്റേ ഉള്ളൂ. യു ക്യാൻ റൈറ്റ് ആസ് മെനി ആസ്. ചെറുപ്പത്തിൽ ലൈക്ക് കല്യാണത്തിന് മുന്നേ ആവാം. വെൻ ഐ വാസ് എ കിഡ്. ചെറുപ്പത്തിൽ പേടിയുള്ള സാധനം എഴുതിയ. മമ്മി വേറെ ഏതോ ലോകത്താണ് ഗൈസ്. മമ്മി ഈ ഗെയിമിലല്ല. ബിങ്കോ. ഇനി ജിജിൻ പറയാം ആദ്യം. ഞാനാ? എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനം പിന്നെ കോക്രോച്ച്. ഞാൻ 3 ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്. കോക്രോച്ച് ഞാൻ 3 എഴുതിയിട്ടുണ്ട്. 3 പറയാൻ പറ്റുമോ? എനിക്ക് ഏറ്റവും കൂടുതലാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എഴുതിയത് 2 എഴുതിയിട്ടുണ്ട്. ഒന്നേ പറയാൻ പറ്റുള്ളൂ. പല്ലി. ഞാനും എഴുതിയിട്ടുണ്ട് പല്ലി. അപ്പൊ നീ എന്താ പറയണേ? കോക്രോച്ച് ആണ്. കോക്രോച്ച്. ഞാൻ കോക്രോച്ച്. മമ്മി റിലാക്സ്. മമ്മി എന്താ പറയണേ? പല്ലിയാണോ? പല്ലി. ഓക്കെ, അപ്പൊ ജിജിന് 0 points. പല്ലിയാണ് ആൻസർ ഗൈസ്. അപ്പൊ ഞാൻ കോക്രോച്ച് കൊണ്ട് ഇനി ബെഡ്റൂമിൽ ഇടാൻ പോവാണ്. അവൾക്ക് പേടിയില്ലാന്നാ പറയുന്നത്. അങ്ങനെയല്ല. പിന്നെ അന്ന് എനിക്ക് 0.5 ഇതാ. ഇല്ല, എനിക്ക് 0.5. അപ്പൊ കോക്രോച്ച് എനിക്ക് പേടിയില്ല അല്ലേ? അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഗൈസ്. ഇവിടെ തല്ലി പിരിയാനുള്ള സമയമല്ല. 5. ഓക്കെ. ഏത് വയസ്സിലാണ് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത്? എല്ലാരും എഴുതിക്കോളൂ. ഏത് വയസ്സിലാണ് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത്? വാട്ട് ഏജ് ഡിഡ് ഐ സ്റ്റാർട്ട് വർക്കിംഗ്? അവിടെ ഒരാൾ എണ്ണ. ഇത് അച്ഛനും അമ്മയ്ക്കും അറിയണം എന്തായാലും. പപ്പയ്ക്ക് അറിയണ്ടാവില്ല എന്തായാലും. മമ്മി എഴുതില്ല. മമ്മി അവിടെ കാൽക്കുലേഷൻ. ബിങ്കോ ആണോ? മമ്മി പറ. 20. 21. ജിജിൻ ഈസ് കറക്റ്റ്. Oh my god. പിന്നെ കണ്ട് 4 വർഷം ബാച്ചിലേഴ്സ് 17 അല്ലല്ല, ബാച്ചിലേഴ്സ് 17 കഴിഞ്ഞ് അപ്പൊ തന്നെ ജോലി കയറി. പ്ലസ് 0 മാർക്സ് ഫോർ യു. അടുത്തത്. അങ്ങനെ എനിക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കണം. Guys, you didn't know this guys. അച്ഛനും അമ്മയ്ക്ക് അറിയില്ല guys. എന്ത് ചെയ്തു?
വീട്ടില് ജോലി എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പുറത്ത് ജോലി എടുക്കണം. പ്രൊഫഷണൽ ജോലി. പെട്ടെന്നോടെ ചെയ്തോട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഡു ഐ ഹാവ് എ മിഡിൽ നെയിം? എനിക്ക് ഒരു മിഡിൽ നെയിം ഉണ്ടോ? യെസ് ഓർ നോ? യെസ്. ഏയ് നിങ്ങളോട് എഴുതാനാ പറയണത്. ഗൈസ്, ഫോളോ ദ റൂൾസ്. യെസ്. പറഞ്ഞോ. യെസ്. എഴുതിയത് കാണിക്കണേ. പേര് എഴുതണം. ഇല്ല അങ്ങനെയില്ല, അത് ചോദിച്ചിട്ടില്ല ഞാൻ. യെസ് ആണ്. 3 പേർക്കും 3 പോയിന്റ്സ് ഗൈസ്. ഉണ്ട്. അടുത്തത് ഗൈസ്. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഗൈസ്? 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പെട്ടെന്ന് ചെയ്യാം. ഞങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് പിടിക്കാനുണ്ട്. പെട്ടെന്ന് പാർട്ട് 1 പാർട്ട് 2 ആക്കാൻ ചിലപ്പോൾ. ഓക്കെ, വാട്ട്സ് മൈ ഫേവറേറ്റ് കേരള ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ്? നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതലുള്ള നാട്ടിലെ. നീ ഉത്തരം എഴുതിണ്ടായില്ലേ? ഇല്ല. പക്ഷെ നീ അല്ല, 3 ഓപ്ഷൻസ് തരാം, കുറച്ച് ഈസി ആക്കാം നമുക്ക്. പുട്ട്, അപ്പം അല്ലെങ്കിൽ ഇഡ്ഡലി. ഇത് 3-ന് ഒരെണ്ണം എഴുതണം, ആരും പറയരുത്. എഴുതിയോ മമ്മി? മമ്മി ചോദിക്കും, പറയൂ. കാണിക്കണം. അപ്പം. കാണിക്ക്. ഇഡ്ലി. പുട്ട്. ഓ, ഇഡ്ലിയാണ് ഗൈസ് കറക്റ്റ്. ഇഡ്ലി is the correct answer, guys. 0 points for mummy papa. കാരണം ഇവിടെ അമ്പലത്തിൽ പോയാൽ ഇഡ്ലി മാത്രമേ കഴിക്കാറുള്ളൂ. ഓക്കെ, ഇത് കുറച്ച് ഇപ്പൊ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക് ആര് ആൻസർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ സ്ട്രെസ് ആവുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനം? വാട്ട് ഈസ് മൈ ഗോ ടു കംഫർട്ട് ആക്ടിവിറ്റി വെൻ ഐ എം സ്ട്രെസ്ഡ്? എഴുതണം. എഴുത്. ആക്ടിവിറ്റിയോ? എന്താണെങ്കിലും ആവാം. ഇഫ് ഐ ആം സ്ട്രെസ്ഡ്, what I like to do. എന്താണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം? ഓക്കെ, റിലാക്സ്. എഴുതിയോ? വെറൈറ്റി ഉത്തരം. ഇത് യൂട്യൂബ് ചാനലാണ്, ശ്രദ്ധിച്ചെഴുതണം. അതൊന്നുമില്ല. ഞാൻ ഇതിന്റെ ഓർഡറിംഗ് ഡ്രസ് ഫ്രം ഓൺലൈൻ. പുറത്ത് കറങ്ങാൻ പോകുന്നത്. കരയുക. Oh my god, guys. ടഫ് എല്ലാം 3 ശരിയല്ലേ? അല്ല, ജിജിൻ ആൻഡ് പപ്പ is correct. ഞാന് ഓൺലൈനിൽ ഡ്രസ് ഓർഡർ ചെയ്യുന്നു. ടെൻഷനായ ഒരു 4 ഡ്രസ് ഓർഡർ ചെയ്യും. അപ്പൊ എനിക്കൊന്നല്ലേ? 1, 2 വെക്കും. മമ്മിക്ക് 0. അപ്പൊ മറ്റേ പരീക്ഷയ്ക്ക് നമ്മൾ മേളിൽ പേര് എഴുതി ഡേറ്റ് ഒക്കെ എഴുതിയ പോലെ ആണ് ആൻസർ എഴുതണം. ഡെഡിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് തിങ് ഐ ഡു വെൻ ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്? രാവിലെ എണീറ്റിട്ട് ആദ്യം ചെയ്യണത് എന്താണ് എന്ന് എഴുതണം. നീ കറക്റ്റ് എഴുതണം. ഞാൻ ഇന്ന് എഴുതണം. ഞാൻ യെസ് എന്ന് പറയും, നോ എന്ന് പറയും. ഞാൻ രാവിലെ എണീറ്റ് ഏറ്റവും ആദ്യം ചെയ്യണത് എന്താണ്? എഴുത് പറയരുത്, എഴുത്. ഇറ്റ്സ് വെരി ഈസി അല്ലേ? ഡണ്ണാണോ? എഴുതിയോ? പാപ്പയോട് ആദ്യം ചോദിക്കാം. പ്രയർ ആൻഡ് സീ ഫോൺ. ഒന്ന് എഴുതണം. ഞാൻ പറയാം. നീ പറ. ലുക്കിംഗ് ഇൻസ്റ്റാഗ്രാം ലൈക്സ്. മുടി കെട്ടും. എണീറ്റ് മമ്മിയുടെ ആൻസർ പറയട്ടായിട്ട്. അപ്പൊ എന്താ പറഞ്ഞ? പ്രയർ ആൻഡ് ഒന്ന് പറയണം. എണീറ്റ് ഉടനെ മുടി കെട്ടി ശരിയാക്കുക. അല്ല ഞാൻ പറയാ. മുടിയല്ല ഞാൻ മമ്മി തെറ്റി. മമ്മി തെറ്റി. അപ്പൊ എന്താ പറഞ്ഞ?
അതല്ല പ്ലസ് ആക്കണം ഫസ്റ്റ് അതല്ല. ഞാൻ പറഞ്ഞല്ലേ ശരി. നീ എന്താ പറഞ്ഞ? ഇൻസ്റ്റാഗ്രാമിൽ പപ്പ പ്രേയർ ആണോ? ഇത് നടക്കാറില്ല പപ്പ പ്രേയർ. ജിജിനാണ് ശരി. ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം ആണ് ഞാൻ നോക്കുന്നത് ഗൈസ്. അത് മാറ്റണം. അത് ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ എനിവൺ. ഇറ്റ്സ് വെരി ബാഡ്. മമ്മിക്ക് 0 പോയിന്റ്സ്, പപ്പയ്ക്ക് 0 പോയിന്റ്സ്. ചെയ്യുന്നതിന് മുന്നേ മുടിയിലടി കെട്ടുകയാണ്. അല്ല മര്യാദക്ക് പറഞ്ഞു. My confidence are losing. My expectations are down. ആർക്കൊക്കെ കിട്ടിയ ഞങ്ങളുടെ ചിഹ്നം ഇങ്ങനെയല്ല ഞങ്ങളുടെ മനസ്സിൽ എല്ലാം പൊളിയുന്നു. നിനക്കല്ല കിട്ടിയ പോയിന്റ്. മമ്മി 0 എഴുതിയാ? ഞാനിവിടെ കറക്റ്റ് എഴുതിണ്ട് കേട്ടോ. നീ തെറ്റി. എനിക്ക് എത്ര പോയിന്റ് കിട്ടി? Okay guys, back to the game. Mommy. Okay, which celebrity would I like to meet? ഏത് സെലിബ്രിറ്റീനെ കാണാനാണ് എനിക്ക് ആഗ്രഹം? എഴുതിക്കോളൂ, പറയരുത്. സെലിബ്രിറ്റിയോ? ആ ആണോ പെണ്ണാ? അങ്ങനെ എന്ത് വേണില്ല. സെലിബ്രിറ്റി. Done. അതാണി पता नहीं. എഴുതി. ആൻസർ എഴുതി. എന്തെങ്കിലും ഇപ്പോഴത്തെയാണോ? അതൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും എഴുതിക്കോ. അറിയാതെ എഴുതുക. ഒരു മിനിറ്റ്. ആൻസർ റിലാക്സ് ഗൈസ്. ആൻസർ എഴുതല്ലേ. പറയാൻ എഴുത്. മലയാളത്തിന്റെ എന്താ എന്ത് വേണോ? ഒറ്റ ഉത്തരം. പെട്ടെന്നാവട്ടെ. ഒരു മിനിറ്റ്. എന്തെങ്കിലും എഴുതാമേ. പപ്പ ഞാനാ ഇവിടെ ഗെയിം കളിപ്പിക്കണത്. ഇത് പപ്പല്ല. ആദ്യം പപ്പയോട്. ഓക്കെ, പപ്പ പറഞ്ഞു. പറയട്ടെ. പൃഥ്വിരാജ് സുകുമാരൻ. ഞാൻ പറയട്ടെ. ടോവിനോ തോമസ്. കാണിക്ക്. നീ മമ്മി എന്താ എഴുതിയ? പൃഥ്വിരാജ്. മമ്മിക്കും പപ്പയ്ക്കും ഓരോ പോയിന്റ് കിട്ടിയിരിക്കും. പൃഥ്വിരാജിനാണോ നിനക്ക് ഇഷ്ടം? കാണാൻ ആഗ്രഹം. 0 കിട്ടി. ടോവിനെ ഇഷ്ടമല്ല എനിക്ക്. കാണാൻ ആഗ്രഹം. മമ്മി എഴുതിയുണ്ട്. ഫസ്റ്റ് കാണാനാഗ്രഹം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം അല്ലേ ഗൈസ്? ജിജന് 0 ട്ടാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷൂവിന്റെ സൈസ് എഴുതിക്കോളൂ. എന്റെ സൈസ് എന്താ? എന്നും ചോദിക്കാൻ പാടില്ല ഗൈസ്. ഉണ്ണിയേട്ടാ കീപ് സൈലൻസ്. എന്റെ സൈസ് ഒന്നും പറയില്ല. എഴുതി. ഇവിടെ ഷൂ ഇല്ല. മമ്മി എഴുതി. പരീക്ഷയ്ക്ക് ചീറ്റിങ് ചെയ്യാം മമ്മി. 7 8 പപ്പ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഉപ്പിന്ന് മാനത്തെ പപ്പ പിന്നെ $20 കിട്ടില്ല കേട്ടോ. ആ ഗൈസ്, മമ്മി ഭയങ്കര എഴുതിയാ? മമ്മി അത് പപ്പ അത് പറയില്ല. മമ്മി അത് പറയും. 5. ഓക്കെ, 5 അവിടെ 4 5 ആണ് ഗൈസ്. 5. ഞാൻ ചെറിയ മനുഷ്യനാണ്. ചെറിയ മനുഷ്യൻ. പപ്പ 0, മമ്മി ആൻഡ് ജിജൻ. വാട്ട്സ് മൈ ഫേവറേറ്റ് കളർ? എഴുതുക. എഴുതട്ടെ ആദ്യം. മൈക്ക് തരാത്തോണ്ട് എഴുതിയോ? ആദ്യം മമ്മി പറ. പച്ച. കാണിക്ക്. അയ്യോ, ഞാൻ ബ്ലാക്ക് എഴുതത്. ബ്ലാക്ക്. ഓക്കെ, പപ്പ കാണിക്ക്. പിങ്ക്. ഞാൻ പിങ്ക് എഴുതിയിട്ടുണ്ട്. ഒന്ന് എഴുതണം. ആ ശരി, ബ്ലാക്ക് ആണ്. മമ്മി റൈറ്റ്. പച്ചയാണ്. എനിക്ക് ഓർമ്മയില്ല. അവൾ എടുക്ക മൊത്തം പച്ചയാ. അത് ശരിയാ. കല്യാണത്തിന് 5 ഡ്രസ്സും പച്ചയായിരുന്നു. Guys, yes. Next question. As most Malayalis, do I like spicy food or mild flavors? എനിക്ക് എരിവുള്ള ഭക്ഷണമാണോ കൂടുതൽ ഇഷ്ടം, അതോ മീഡിയം സ്പൈസി ആണോ ഇഷ്ടം? മലയാളികൾ പോലെ.
നോർമൽ മലയാളീസ്. Yes or no എന്നല്ലേ എഴുതണ്ടേ? യെസ്. ഏ? അല്ല എനിക്ക് ഏതാ ഇഷ്ടം? മീഡിയം ഓർ മീഡിയം ഓർ ഹൈ സ്പൈസി ഫുഡ്സ് എഴുതിയോ? ഞാൻ പറയാതെ ഞാൻ മീഡിയം. Done. Medium. മീഡിയം. എല്ലാരും തെറ്റാണ് ഗൈസ്. സ്പൈസി ഫുഡ്സ് ആണ് ആൻസർ. നീ എപ്പോഴും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ മീഡിയം ആണ് ഓർഡർ ചെയ്യാ. സ്പൈസി എപ്പോഴും മീഡിയം ഓർഡർ ചെയ്യാ. ഞാനൊരു ആൻസർ പറയുന്നുണ്ട്. തെറ്റാണ്. ഞങ്ങളെ ജയിച്ചു. അപ്പയ്ക്ക് ഒന്ന് എനിക്കൊന്ന് എല്ലാവരും ഒന്ന് പിന്നെ ഇത്ര വയലൻസ് പാടില്ല. ഒരു ഗെയിമിന്റെ കോർഡിനേറ്ററുടെ ആൻസർ ആണ് ശരി. കോർഡിനേറ്റർ എന്തത് ഞാൻ കളിക്കില്ല. ആ. സീറോ എഴുത്. മമ്മി സീറോ എഴുത്. മമ്മി പപ്പ എന്താ എഴുതിയ? നീ അവിടെ നോട്ട് ചെയ്തോട്ടാ. കളകളികൾ നോട്ട് ചെയ്തോ ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമായിരിക്കും. സീറോ. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ വേർഡ് കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡോ? ആ ലൈക്ക് ഡെയിലി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ് എന്താണെന്ന് നിങ്ങൾ എഴുതണം. പറയരുത്. കൂടുതൽ യൂസ് ഇറ്റ്സ് സോ ഈസി. ജിജിൻ എന്താണ് പറയാറ്? അത് ഈ വീഡിയോയിലൂടെ അയ്യോ പറയാൻ പറ്റില്ല. പറ്റില്ല വീഡിയോ ഞാൻ ആലോചിക്കട്ടെ. ഇത്ര സമയമില്ല. അത് പറ്റില്ല. ഞാൻ തരും സമയം. ഗൈസ് കാം ഡൗൺ. അയ്യോ എത്ര ഒച്ച നിങ്ങൾ ഉണ്ടാക്കണ ഇതില്. മൈക്കൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പറ്റില്ല. ഇല്ല പപ്പ റിലാക്സ്. അത്ര സമയം കൊടുക്കാൻ പാടില്ല. 2 സെക്കൻഡ്. ഭയങ്കര ഈസിയാണ്. 2 സെക്കൻഡ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും സെന്റൻസ് എഴുതണം. എഴുതു മമ്മി. നിങ്ങൾ അത് കൊറേ പ്രാവശ്യം എനിക്കത് കിട്ടി ഗൈസ്. എനിക്കത് കിട്ടി. ഞാൻ പറയട്ടെ. വേണ്ട പറയാ. മമ്മി എഴുതട്ടെ. ഞാൻ ചോദിക്കുമ്പോ ആൻസർ പറഞ്ഞാൽ മതി. എഴുതിയോ? ഇനി ജിജൻ പറയോ? കുട്ടു ഗൈസ്. ഓ മൈ ഗോഡ്. പപ്പയാണ് ശരി. ഗൈസോ നീ പക്ഷെ കുട്ടു അല്ലല്ല മീഡിയം ഉദരെ ഗൈസ്. ഗൈസ് തെറ്റാണ്. ഗൈസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പപ്പയാണ് ജയിച്ചിരിക്കണേ. ഞാൻ ഒക്കെ പോയി. ഗൈസ് ഒന്നും അല്ല. രണ്ടാഴ്ച നിങ്ങൾ 3 പേര് ഇരിക്കുമ്പോ ഞാൻ ഏറ്റവും അങ്ങനെയൊന്നും നീ മെൻഷൻ ചെയ്തില്ല. ഇവർക്ക് എങ്ങനെ അറിയാതെ? ആൻസർ ഈസ് കറക്റ്റ്. എല്ലാത്തിനും ഗൈസ് ഗൈസ്. അതെ ഗൈസ് ഈസ് ദ റൈറ്റ് ആൻസർ. എൻഡ് ഓഫ് ദ ടോപ്പിക്. നെക്സ്റ്റ് വാട്ട്സ് മൈ സോഡിയക് സൈൻ. എൻ്റെ നാള് എന്താണ്? എഴുതിക്കോളൂ. നാള് അനിരം. നിരം. ഇതിന് ഇംഗ്ലീഷ് അറിയോ? അപ്പോൾ ഒരു ബോണസ് പോയിന്റ് കിട്ടും. ഇംഗ്ലീഷിൽ എൻ്റെ സോഡിയക് സൈൻ എന്താന്ന് പറഞ്ഞാൽ ആൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട് +1. സ്കോർപ്പിയോ. എഴുതണം. എഴുതിക്കോ. ഇംഗ്ലീഷിലെ സോഡിയക് സൈൻ പറഞ്ഞ ആൾക്ക് +1. സ്കോർപ്പിയോ. No Google. Nothing allowed. Sorry. ഞങ്ങൾക്ക് വേണ്ട. പോയിന്റ് വേണ്ട. ഞങ്ങൾക്ക് പോയിന്റ് കിട്ടി. ഒരു പോയിന്റ് കിട്ടി മതി. എന്താ ഇംഗ്ലീഷിൽ വേറെ ആർക്കെങ്കിലും യൂസ് എഴുതിയിട്ടുണ്ടോ? എഴുത്തിന്റെ എന്തായിരുന്നു? എന്റെ അരീസ് ആയിരുന്നു. ഞാൻ അക്വേറിയസ് ആണ്. അക്വേറിയസ്. പോയിന്റ് 1. ഞാൻ എഴുതിയതാ. Any Aquarius comment down. Any Aquarius comment down. Please comment down. Okay, next question. എൻ്റെ ഫേവറേറ്റ് ഡെസേർട്ട് ഐറ്റം എഴുതിക്കോളൂ. അയ്യോ ആ സാധനത്തിന്റെ പേരെന്തായിരുന്നു? സ്വീറ്റ് ഡിഷ് എഴുതിക്കോളൂ. അയ്യോ എനിക്ക് അതിന്റെ പേര് മറന്നുപോയി. എൻ്റെ ഫേവറേറ്റ് സ്വീറ്റ് ഡിഷ് എഴുതണം. പറയരുത്. ഓ എന്ത് വേണമെങ്കിലും ആവാം. ഡെസേർട്ട് മധുരം. മമ്മി എന്നെ കാണിക്കുന്നേ. എല്ലാരും ഡൺ പറയണം. ബ്രൗണി. അപ്പൊ ജിജനും മമ്മിക്കും 1 പോയിന്റ്, പപ്പിക്ക് 0. അതെന്താ എനിക്ക് കിട്ടാന്? ബ്രൗണി നമ്മളവിടെ കഴിക്കാറില്ലേ? ബ്രൗണി കഴിച്ചിട്ടില്ല പപ്പ? കഴിച്ചിട്ടുണ്ടല്ലോ. ഓ എൻ്റെ പപ്പിക്ക് അത് അറിയില്ലായിരുന്നു. ഓക്കെ. വാട്ട്സ് ദ നെയിം ഓഫ് മൈ ഫസ്റ്റ് പെറ്റ്? എഴുതിക്കോ. എഴുതണം. പെറ്റല്ല പെറ്റ്.
ഞാൻ തെറ്റൊന്നുമില്ല. പെറ്റെവിടെ എനിക്ക്? എഴുത്. ആകെ ഒരു തെറ്റ് എനിക്ക് അറിയുള്ളൂ. ആ എന്താ അറിയുന്ന വെച്ചാ എഴുതുക അല്ലേ? വെറുതെ ന്യൂസൻസ് ക്രിയേറ്റ് ചെയ്യണം ഗൈസ്, വെറുതെ ന്യൂസൻസ്. Done. എഴുതിയാ ലൂസി. ലൂസി ലൂസി ലൂസി, we miss you, ലൂസി. ലൂസി 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 എന്ന് പറയുന്ന ഒരു പഗ്ഗാണ് ഗൈസ്. യെസ്, ഞങ്ങളെ പട്ടിക്കുട്ടി. പഗ്ഗാണ്. ഞാനിവിടെ ഫോട്ടോ അറ്റാച്ച് ചെയ്യും. 1 each. Okay. Okay, next question. Next question. Where did I go to college? ഏത് സ്ഥലം? കോളേജ്. ഞാൻ ബാച്ചിലേഴ്സ് ചെയ്ത കോളേജ് ഏത് സ്ഥലത്തായിരുന്നു എന്ന് എഴുതണം. സ്ഥലം ഏറ്റവും എക്സാക്റ്റ് എഴുതുന്ന സ്ഥലം എഴുതുന്ന ആൾക്കാർക്കും പോയിന്റ്. ബാക്കിയുള്ളവർക്ക് ഹാഫ് പോയിന്റ്സ് കിട്ടും. അന്നാ ഗൂഗിൾ വേണം എനിക്ക്. അങ്ങനൊന്നല്ല. ബാച്ചിലേഴ്സ് ചെയ്ത സ്ഥലത്തിന് കോളേജ് ഇരുന്ന സ്ഥലത്തിന് പേര്. വിച്ച് വേർ ഡിഡ് ഐ ഗോ ടു കോളേജ്? വിച്ച് പ്ലേസ്? ഗൈസ് നമുക്കൊക്കെ സ്റ്റേറ്റ് അറിയാം. ഓക്കെ. മമ്മി ഇവിടെ ചീറ്റിങ് നടക്കാണ് ഗൈസ്. മമ്മി ഗൂഗിളൊന്നും നോക്കാൻ പാടില്ല. സ്വന്തം മോള് ഏത് കോളേജിൽ എവിടെ പോയതെന്ന് അറിയില്ലെങ്കിൽ വളരെ മോശം. പറഞ്ഞ കേക്കണ്ടേ, എവിടെങ്കിലൊക്കെ പോവന്നെ പണി. പപ്പ പോലെ ഞാൻ എത്ര ഞാൻ പറയാം ആദ്യം. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. ലൊക്കേഷൻ പറയണം. ചണ്ഡീഗഡ്. ഓക്കെ, അതാണോ ആൻസർ? അതാണ് എന്റെ ആൻസർ. കൊടുക്ക്. എനിക്ക് 0.5 മതി. ഖരട്. അതേതാ സ്ഥലം? ചണ്ഡീഗഡ് ഖരട്. അമ്മ അത് എഴുതിയിട്ടില്ല, ആരുടെയൊന്നും എഴുതിയിട്ടില്ല. അല്ല, എല്ലാവർക്കും ഹാഫ് പോയിന്റ്സ് ആണ്, ബിക്കോസ് ദാറ്റ്സ് ദ റോങ് ആൻസർ. പപ്പ എന്താ പറഞ്ഞ? ഖരടോ? ഖരട്. പപ്പയ്ക്ക് 0 പോയിന്റ്സ്. ഖരട് എന്നല്ല. മമ്മി ചണ്ഡീഗഡ് പറഞ്ഞോണ്ട് മമ്മിക്ക് ഹാഫ് പോയിന്റ്സ്. എവിടെ? അപ്പൊ എല്ലാവർക്കും ഹാഫ് പോയിന്റ്സ്. ആക്ച്വലി അത് ചണ്ഡീഗഡും ഖരടും എന്നല്ല, അത് മൊഹാലിയാണ്. മൊഹാലി പഞ്ചാബ്. ഗൈസ് എന്റെ കൂടെ പഠിച്ച എന്റെ യൂണിവേഴ്സിറ്റി ഗൈസ് പറയൂ എവിടെയാണ്? ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി എവിടെയാണ് ഗൈസ് പറയൂ. ഞാൻ എപ്പോ കാണിച്ചു തരാം, സെർച്ച് ചെയ്യട്ടെ. ഖഡുവ മൊഹാലി പഞ്ചാബ്. ഞാൻ എഴുതിക്കാണ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. ഗൈസ് പ്ലീസ് കമന്റ് ഡൗൺ ഇഫ് യു ആർ വാച്ചിങ് ദിസ്. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി is a private university located in Mohali, India. നിങ്ങൾ സാരില്ല, ഹാഫ് പോയിന്റ്സ്. എല്ലാവർക്കും ഹാഫ് ഈച്ച്. ഓക്കെ. വാട്ട്സ് ദ ഫസ്റ്റ് തിങ് ഐ ഡു വെൻ ഐ ആം ഫീലിംഗ് സിക്ക്? ഞാൻ വയ്യാത്തപ്പോൾ ആദ്യം ചെയ്യണത് എന്താണ്? വയ്യാണ്ടിരിക്കുമ്പോൾ എന്താണ് ചെയ്യണത്? അതാണ് എഴുതാൻ. ആൻസർ എഴുതിക്കോളൂ, പറയരുത് ആരും. കമൻറ്റ്, നോ കമൻറ്ററി പ്ലീസ്. When I'm sick, what do I do? When I'm sick, what do I do? സുഖമില്ലാതിരിക്കുമ്പോൾ എന്താ ചെയ്യണത്? യെസ് യെസ്. എന്തായിരുന്നു മമ്മിയത്? ക്വസ്റ്റ്യൻ പറയൂ മലയാളത്തിൽ. സുഖം ഇല്ലാതിരിക്കുമ്പോൾ എന്താണ് അവൾ ചെയ്യുന്നത്? ഉറങ്ങുക. എഴുതാനാ പറഞ്ഞത്. ഞാൻ ഇനി ആരെങ്കിലും ആൻസർ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് -1 കൊടുക്കും. എന്നോട് ചോദിച്ചു പറയാ. ഞാൻ ക്വസ്റ്റ്യൻ പറയാനാ പറഞ്ഞ. എന്റെ ഈശ്വര. ജിജിൻ എന്താ എഴുതിയേ? പറയേ ജിജിന്റെ ആൻസർ. സ്ലീപ്പ്. സ്ലീപ്പ്. ഓക്കെ. എന്താ എഴുതിയേ? കാണിക്കേ. ഓക്കെ മമ്മി. സ്ലീപ്പിംഗ്. 3 of them are correct guys. That's great. അതിൽ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. വാട്ട്സ് മൈ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ക്വിസീൻ? എനിക്ക് ഏത് കൈൻഡ് ഓഫ് ഫുഡാണ് ഇഷ്ടം? ചൈനീസ്, കൊറിയൻ, സൗത്ത് ഇന്ത്യൻ, ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ. എഴുതും. ഞാൻ എഴുതുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടം നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, കൊറിയൻ. കൊറിയനും ഇഷ്ടമാണ്. ദാറ്റ്സ് എ ഗുഡ് പിക്കപ്പ്. ഫസ്റ്റ് നോർത്ത് ഇന്ത്യൻ. മമ്മിക്ക് 1 point. ബാക്കി പാപ്പയ്ക്ക് ഹാഫ് പോയിന്റ്, ജിജിന് 0 point. കൂടുതൽ ഇഷ്ടം എന്നാണ് ഞാൻ ചോദിച്ചത് ഗൈസ്. ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്കും കേൾക്കാത്തവരുണ്ട്. പാപ്പയ്ക്ക് ഹാഫ് പോയിന്റ്സ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോട്ട് ചെയ്തോട്ടെ. അത് തൊട്ടു. സൗത്ത് ഇന്ത്യനാണ് അവിടെ എപ്പോഴും നോക്കുക. ഓക്കെ. ഏറ്റവും ഇഷ്ടമല്ലാത്ത സാധനം വീട്ടുജോലികളിൽ? വാട്ട്സ് മൈ ലീസ്റ്റ് ഫേവറേറ്റ് തിങ് ടു ഡു അറൗണ്ട് ദ ഹൗസ്?
വീട് റിലേറ്റഡ് എന്ത് ജോലിയാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത്? എഴുതണം. ഓക്കെ. പപ്പ ഈസ് വെരി ക്വിക്ക് ഇൻ റൈറ്റിംഗ്. അത് എത്ര പൊത്തത്ര ആയാലും കുഴപ്പമില്ല. പപ്പ ആദ്യം എഴുതും. എഴുതുക. ഞങ്ങളോടൊക്കെ ചോദിച്ചെപ്പോഴും പപ്പയോടെ ചോദിക്കത്തില്ല. പപ്പയോട് ചോദിക്കാം. ക്ലീനിങ്. ഞാൻ ക്ലീനിങ് യൂട്ടൻസിൽസ്. ഭക്ഷണം പാകം ചെയ്യുന്നത്. അതായത് കുക്കിംഗ് യൂട്ടൻസിൽസ്. ഏത് ക്ലീനിങ് ഉദ്ദേശം പപ്പ? വോൾ ക്ലീനിങ്. ഹോൾ ക്ലീനിങ് ആണ് ഉദ്ദേശിച്ചത്. ജിജനാണ് റൈറ്റ് ആൻസർ. പാത്രം കഴുകൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ ബാക്കി zero. ഞാനെല്ലാം പാത്രം കഴുകണമെന്ന് അല്ലേ? അല്ല ഗൈസ്. ഞങ്ങൾക്ക് ടേൺസ് ഉണ്ട് ഗൈസ്. ഒരു ദിവസം ഒരു പ്രാവശ്യം ജിജിൻ കഴുകുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ കഴുകും. അങ്ങനെ എക്സെട്ര. ഷെയറിംഗ് ഈസ് ഗുഡ്. What's okay? 22nd question goes like this. 22nd. What's my favorite type of weather? ഏത് വെതറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം? എഴുതിക്കോളൂ. 4 ഓപ്ഷൻസ് ഉണ്ട്. സമ്മർ, സ്പ്രിംഗ്, ഓട്ടം ആൻഡ് വിന്റർ. ഏത് വെതറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം? വിന്റർ. സ്പ്രിംഗ്. മമ്മിയും പപ്പയും റൈറ്റ് ആണ്. വിന്റർ. എനിക്ക് വിന്റർ ഇഷ്ടമാണോ? അപ്പൊ സ്പ്രിംഗ് ഇഷ്ടമല്ലേ എനിക്ക്? എല്ലാം കണ്ടോ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കുറച്ചും കൂടി അറിവ് കിട്ടും മറ്റൊരാളുടെ കുറിച്ച് അല്ലേ. ഗെറ്റ് ടു നോ ബെറ്റർ അബൌട്ട് ദ അതർ പേഴ്സൺ. ദാറ്റ്സ് ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട്സ് മൈ ഫേവറേറ്റ് മൂവി? ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും സംസാരിക്കാനത് അല്ല, ഞാൻ തന്നെ എൻ്റെ വായെന്ന് പറയുന്നത് ലൈക്ക് ദിസ് ഈസ് മൈ ഫേവറേറ്റ് മൂവി. കുറേ ഉണ്ട്, ബട്ട് ദിസ് ഈസ് മൈ ഫേവറേറ്റ് മൂവി, ദിസ് ഈസ് മൈ ഫേവറേറ്റ് മൂവി അങ്ങനെ പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് മൂവി 4 വർഷം. 4 വർഷം എന്നല്ല. कुछ कुछ होता है. ഓക്കെ, പറഞ്ഞോ. കുച്ച് കുച്ച് होता है. കൽഹോനവോ? ജീജൻ ഹാസ് ദ റൈറ്റ് ഓ ആൻസർ. മൈ ലോർഡ്. അതിനെ പറഞ്ഞ അതൊക്കെ പാട്ട്. ഞാൻ കല്യാണം കഴിഞ്ഞാൽ മാറ്റി കുച്ചു കുച്ച് होता है കല്യാണം വരെ. ഞാൻ പറഞ്ഞുതരാം. 4 കൊല്ലമായപ്പോൾ ഹൽദിക്ക് ഇതേ ചോദ്യം അതെ ചോദിച്ചതായിരുന്നു. ഹൽദി സ്വപ്ന ചേച്ചി ഞങ്ങൾ ഒരു ഹൽദിക്ക് ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ഹൽദിക്ക്. അപ്പൊ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു സ്വപ്ന ചേച്ചി. സ്വപ്ന ചേച്ചി ആരാണ് എനിക്ക് പുത്രം കിട്ടിയത്. ബിക്കോസ് അന്ന് ഞാൻ തെറ്റി കൽഹോനോ അല്ല അന്ന് നിനക്ക് അറിയില്ലായിരുന്നു. കുച്ച് കുച്ച് ഹോത്താ ഹൈ ഈസ് ദ ഫസ്റ്റ് മൂവി വിച്ച് ഐ സോ ആസ് എ കിഡ്. ഞാൻ ചെറുപ്പത്തിൽ എത്ര വയസ്സായിരുന്നു എനിക്ക്? ഈ ചെറുപ്പത്തിൽ 18 വയസ്സ്. 4 വയസ്സിൽ ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിൽ കണ്ട സിനിമയാണ് കുച്ച് കുച്ച് ഹോത്താ. അതുകൊണ്ടാണ് അവരങ്ങനെ എഴുതിയത് ഗൈസ്. ഓക്കെ, എനിക്ക് വാട്ട് ഡു ഐ പ്രിഫർ ടു ഹാവ്, ടീ ഓർ കോഫി? ടീ. Okay, 3 of them are right. Although ഞാൻ രണ്ടും അങ്ങനെ കുടിക്കാറില്ല, ബട്ട് ചിലപ്പോൾ ഇഫ് ഐ ഹാവ് ടു ടീ. ഓക്കെ, നെക്സ്റ്റ്. ഡു ഐ ലൈക്ക് സ്വീറ്റ് ഓർ സേവറി സ്നാക്സ്? എനിക്ക് മധുരപലഹാരങ്ങളാണോ കൂടുതൽ ഇഷ്ടം അതോ സേവറി സ്നാക്സ്? സേവറി. 1 each. എല്ലാം 3 പേരും റൈറ്റ് ആണ്. സേവറി. Come on. വാട്ട്സ് മൈ ഫേവറേറ്റ് ആപ്പ് ഓൺ മൈ ഫോൺ? ഞാൻ ഫോണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്താണ്? ലൈക്ക് ഫേസ്ബുക്ക് അങ്ങനത്തെ ആപ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ്. ഇൻസ്റ്റാഗ്രാം. ഓക്കെ, റൈറ്റ് ആൻസർ ഗൈസ്. എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ്. വാട്ട്സ് ദ വൺ തിങ് ഐ വിൽ നെവർ ലീവ് ഹോം വിതൗട്ട്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണതിൻ്റെ മുന്നേ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ വെക്കുന്ന സാധനം എന്തായിരിക്കും? ഐ വിൽ നെവർ ലീവ് ദ ഹൗസ് വിതൗട്ട് ദിസ് തിങ്. മൊബൈൽ. ഫോൺ. മൊബൈൽ. 3 പേരും റൈറ്റ്. ശരിയാണോ? ക്വസ്റ്റ്യൻ. ഇത് തേർഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. സോറി ബോർ അടിച്ചെങ്കിൽ, ബട്ട് തേർഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ ഉള്ളൂ ഗൈസ്. What's my least favorite food?
എനിക്ക് ഏറ്റവും കുറവ് ഇഷ്ടം ലൈക്ക് വാട്ട് ഈസ് ദ തിങ് ദാറ്റ് ഐ ഹേറ്റ് ഈറ്റിംഗ്. എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത സാധനം. വാട്ട്സ് ദ ലീസ്റ്റ് ഫേവറേറ്റ് ഫുഡ്? അതല്ലാന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ നീ അത് കഴിക്കും. അങ്ങനെയല്ല, ലീസ്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത സാധനം കഴിക്കാൻ. സാധനമാണ് കേട്ടോ, അല്ലാണ്ട് സ്പൈസി അങ്ങനെയൊന്നും അങ്ങനെ എന്തെങ്കിലും മമ്മി പറയാനി. കോഫി ചായ. ബ്രിഞ്ചാൾ. ബ്രിഞ്ചാലാണ് ജിജിൻ പറഞ്ഞത്. ബ്രിഞ്ചൽ വഴുതിരിങ്ങ. ബർഗർ. ബർഗർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ജിജിൻ ഇസ് ദ റൈറ്റ് ആൻസർ. ബ്രിഞ്ചല് ബർത്തത്ത് കത്തയേ. ഇന്ന് രാവിലെ വെട്ടി പിടിങ്ങിയത്. രാവിലെ എന്തോ ഇന്ന് രാവിലെ അടയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഞാൻ വെച്ചതാ. ഞാൻ കഴിക്കില്ല എന്നല്ല പറഞ്ഞത്. ഏറ്റവും വെറുപ്പ് എനിക്ക് തോന്നുന്ന സാധനം എന്താണ് ഫുഡ്? ജിജിൻ ഈസ് ദ റൈറ്റ് ആൻസർ. പപ്പ ബർഗറൊക്കെ. ഓക്കെ, നെക്സ്റ്റ് എഴുതണം. അതിനും കമൻട്രി ചെയ്യാൻ പാടില്ല. കുറേ കമൻട്രി വന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ Q&A ചെയ്യുമ്പോൾ ഇങ്ങനെ പാടില്ല ഗൈസ്. വിച്ച് ഇന്ത്യൻ ലാംഗ്വേജ് ഡു ഐ അണ്ടർസ്റ്റാൻഡ് ദ ബെസ്റ്റ്? ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണ ലാംഗ്വേജ്, ഇന്ത്യൻ ലാംഗ്വേജ്. ഹിന്ദി മേരാ രാഷ്ട്രഭാഷ ഹൈ. ഹിന്ദി. പപ്പയോട് ചോദിക്കും. മമ്മി പറ. ഹിന്ദി. പപ്പയോട് ചോദിക്കും. പപ്പയോട് ഹിന്ദി. Yes, 3 of them are right. Last question. And the last question. Come on. What's my favorite Indian drink? 3 ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ ഒന്നും ലസ്സി, നീംബു പാനി ഓർ ठंडाई. ठंडाई എന്ന് പറഞ്ഞാൽ ഈസ് ഓൾസോ സ്വീറ്റ് ഡ്രിങ്ക് ബട്ട് സിമിലർ ടു ലസ്സി. ഓക്കെ, ലസ്സി ആണോ നീംബു പാനി ആണോ അതോ ठंडाई ആണോ? ठंडाई नहीं पिया आपने? ठंडाई इज लाइक സ്വീറ്റ്. അല്ല പിന്നെന്താ ठंडाई? സ്വീറ്റ് സാധനം ഉണ്ടാവും. ഇത് നമ്മളെ ശിവരാത്രിക്കൊക്കെ കിട്ടില്ലേ നോർത്തില്? ठंडाई കണ്ടിട്ടില്ലേ നിങ്ങൾ? കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടം ഫസ്റ്റ് ലസ്സി, പിന്നെ നീംബു പാനി, പിന്നെ ठंडाई. ठंडाईനെ നമ്മൾ പിക്ചർ ഒട്ടിക്കുന്നതായിരിക്കും. ഇഫ് യു വാണ്ട് ടു ട്രൈ യു ക്യാൻ ട്രൈ. ഇറ്റ്സ് വെരി ഗുഡ് ഇൻ സമ്മേഴ്സ്. ലൈം വാട്ടർ. ലെമൺ വാട്ടർ, നീംബു പാനി. ലസ്സി. മമ്മിയും പപ്പയുമാണ് ഇസ് ദ റൈറ്റ് ആൻസർ. പക്ഷെ ആക്ച്വലി കോക്കനട്ട് വാട്ടർ ആണ്. അവളത് പറഞ്ഞില്ല. കോക്കനട്ട് വാട്ടർ ഇല്ലേ? എനിക്ക് ഇഷ്ടമാണ് ബട്ട് ഇവിടെ അത് കിട്ടില്ലല്ലോ. ചെയ്യാൻ നമ്മൾ ഇവിടെ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും പോയിന്റ്സ്. ഓക്കെ ഗൈസ്. 18 എന്റെ 20.5. 30 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു. അതിൽ മമ്മി എഴുതിയേക്കുന്നത് 18 പോയിന്റ്സ്. 18 പോയിന്റ്സ്. ഞാൻ ടാലി ചെയ്യും ഞാൻ. എത്ര മമ്മിക്ക്? 18. എത്ര? എന്റെ 20.5. 20.5. ഓക്കെ. I am scored 90. 19 പപ്പയ്ക്ക്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ടാലി ചെയ്യട്ടെ. 18.5. അല്ലേ? ഇപ്പൊ 18 കറക്റ്റാ. പെർഫെക്റ്റ്. 18.5. അപ്പൊ $20 വിന്നർ. അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പങ്കുവെക്കൂ. ഓക്കെ, ഹൗ വാസ് ദ ഗെയിം? നല്ല എക്സ്പീരിയൻസ്. ചീറ്റിംഗ്. ആര് ചീറ്റിംഗ് ചെയ്തു? चीटिंग इज शादी के बाद. शादी के बाद എല്ലാം അവൾ ചേഞ്ച് ചെയ്തു. ഞങ്ങളടുത്ത് പറയാണ്ട്. ഷാദി കെ ബാദ് നല്ല കുട്ടിയാണ് ഗൈസ്. പറഞ്ഞതൊക്കെ ഓക്കെ ആയിരുന്നു. ഷാദിക്ക് മുന്നേ ഭയങ്കര ഓക്കെ ആയിരുന്നു എല്ലാവരും. എക്സ്പീരിയൻസ് വെരി നൈസ്. ബട്ട് പല സ്ഥലങ്ങളിൽ അവൾ അവസരത്തിനൊത്ത് മാറി എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്കോർ ചെയ്യാതെ പോയത്. അല്ലെങ്കിൽ ഗൈസ് ഐ ആം ഔട്ട് ഓഫ് 30 to 30. മമ്മിക്ക് ജീവിതം മടുത്തു ഗൈസ്. മമ്മി എണീറ്റ് പോവാ. മമ്മി ഇപ്പൊ ലൂഡോ എടുത്തിട്ട് വരും ഗൈസ്. മമ്മി നമുക്ക് ലൂഡോ കളിക്കണ്ടേ? ബൈ.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്ലീസ് സപ്പോർട്ട് us. ഓക്കെ. താങ്ക് യു.